ഒരമ്മ കാട്ടിലൂടെ ഇങ്ങനെ വിറക് ശേഖരിച്ച് നടക്കുമ്പോ ഒരു മരത്തിന്റെ പൊത്തിൽ ഒരു മുട്ട എടുത്തു നോക്കുമ്പോ സാധാരണ വീട്ടിലുള്ള കോഴിമുട്ടയേക്കാൾ അല്പം കളർ വ്യത്യാസമുണ്ട്, സൈസ് വ്യത്യാസമുണ്ട്. ഈ അമ്മ അത് എടുത്തു കൊണ്ടുവന്ന് തന്റെ വീട്ടിൽ അടയിരിക്കുന്ന കോഴിക്ക് വെച്ചു കൊടുത്തു. ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോ മറ്റു കുഞ്ഞുങ്ങൾക്കൊപ്പം ഈ കുഞ്ഞും വിരിഞ്ഞു പുറത്തു വന്നു. കോഴിയമ്മ കുഞ്ഞുങ്ങളെയുമായി കൊത്തിപ്പൊറുക്കി ചിക്കിച്ചേഞ്ഞ് ഇങ്ങനെ നടക്കുക. അതിനിടയ്ക്ക് ഈ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് എന്ന വിവരം ഒരല്പം ദൂരെ താമസിക്കുന്ന പരുന്തിന് കിട്ടി. പരുന്ത് തൊട്ടടുത്തുള്ള ഒരു മരക്കൊമ്പിൽ വന്നിരുന്നുകൊണ്ട് ആരെയാണ് മാറ്റേണ്ടത് എന്നിങ്ങനെ തന്റെ മൂർച്ചയുള്ള കണ്ണുകൾ കൊണ്ട് നിരീക്ഷിക്കുമ്പോ പരുന്തിന് മനസ്സിലായി 8 കോഴിക്കുഞ്ഞുങ്ങളിൽ ഒന്ന് കോഴിക്കുഞ്ഞല്ല, മറ്റൊരു ജനസിൽപ്പെട്ടതാണ്. പരുന്ത് അടുത്ത് വന്ന് പതുക്കെ അവനെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. നീ എന്താ ഇവിടെ? ആ കുഞ്ഞു പറഞ്ഞു, ഞാനിവിടെയാണ്. ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ, ഇതെന്റെ ബ്രദേഴ്സ്, ഇതെന്റെ സിസ്റ്റേഴ്സ്. അപ്പോ പരുന്ത് പറഞ്ഞു, നിന്റെ ചുണ്ടൊന്ന് നോക്ക്. അപ്പോഴാണ് ഈ കുഞ്ഞ് തന്റെ ചുണ്ട് ശ്രദ്ധിച്ചത്. കോഴിക്കുഞ്ഞുങ്ങളുടെ ചുണ്ട് പോലെയല്ല, ഒരല്പം ഹാർഡാണ്. നിന്റെ നഖമൊന്ന് നോക്കൂ. അപ്പോഴാണ് ഈ കുഞ്ഞ് തന്റെ നഖം ശ്രദ്ധിച്ചത്. കോഴിക്കുഞ്ഞുങ്ങളുടെ നഖം പോലെയല്ല, നല്ല ഷാർപ്പാണ്. നിന്റെ ചിറകൊന്ന് വിരിച്ചു നോക്കൂ. അപ്പോഴാണ് ഈ കുഞ്ഞ് തന്റെ ചിറക് ശ്രദ്ധിച്ചത്. അതൊന്ന് വിരിച്ചു നോക്കി. കോഴിക്കുഞ്ഞുങ്ങളുടെ ചിറക് പോലെയല്ല, ഒരല്പം വലുതാണ്, സൈസ് ഉള്ളതാണ്. ഈ പരുന്ത് പറഞ്ഞു, നീ എന്റെ കൂടെ ഒന്ന് പറന്നു കയറാൻ ശ്രമിച്ചു നോക്കൂ. ഈ പരുന്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ കുഞ്ഞ് ആ പരുന്തിന്റെ കൂടെ പറന്നുയർന്നു അനന്ത വിഹാരത്തിലേക്ക്, ഉയർന്ന ആകാശത്തേക്ക്. അന്ന് പരുന്ത് തിരിച്ചറിഞ്ഞു, ഞാൻ കോഴിക്കുഞ്ഞുങ്ങളിൽപ്പെട്ടവരല്ല, ആ കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുക്കുവാൻ കപ്പാസിറ്റിയുള്ള പരുന്തിന്റെ കുഞ്ഞാണ് ഞാൻ എന്ന് ഈ പ്രവാചകൻ പരുന്തിന്റെ രൂപത്തിൽ വന്നപ്പോഴാണ് ഈ കുഞ്ഞിന് മനസ്സിലായത്. നമ്മുടെ മകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് നമ്മുടെ കുഞ്ഞ് തകരാൻ പാടില്ല. നമ്മൾ അവന്റെ ആകാശത്തിന് ലിമിറ്റ് നിശ്ചയിക്കാൻ പാടില്ല. അവർ പറക്കട്ടെ, അവർ വളരട്ടെ. അനന്ത വികാസത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ, ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ, ഈ പുതിയ നൂറ്റാണ്ടിൽ ഈ ലോകം കീഴടക്കുവാനുള്ള കപ്പാസിറ്റി, കരുത്ത്, സ്ട്രെങ്ത് അവർക്കുണ്ട്. നമ്മുടെ മാത്രം എന്നെ കൊണ്ടൊക്കെ എന്താ പറ്റിയ, ഇതൊക്കെ പോയാൽ എവിടെ വരെയാ പോവുക എന്ന ഒരു നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ച് നമ്മളായിട്ട് നമ്മുടെ മക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ തളർത്തിക്കളയരുത്. അവർ